ഹലോ, നമ്മുടെ തിരുവാതിര ആഘോഷം അങ്ങനെ കഴിഞ്ഞു. ഞാനതേ ഒരു ചായയുമായിട്ട് കാല് നീട്ടിയിരിപ്പുണ്ട്. 2 ദിവസം എല്ലാവരും ഉണ്ടായിട്ട് പിന്നെ എല്ലാവരും പോകുമ്പോൾ ഒരു സുഖക്കുറവുണ്ടല്ലേ. ഇങ്ങനെ ചായയും പിടിച്ച് വിദൂരതയിലേക്ക് കണ്ണും നിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് പല ഐഡിയാസും വരിക. ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് തോന്നുന്നു, ഈ ചായയും ഞാനുമായിട്ടുള്ള സമയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ചായ ഡേറ്റ് എല്ലാം കഴിഞ്ഞ് കിച്ചണിലെത്തിയപ്പോൾ അമ്മയും സ്മൃതിയും കിച്ചണിൽ കുറച്ചും വർക്കിലാണ്. എനിക്ക് പിന്നെ കാല് വയ്യല്ലോ. എപ്പടി തിരുവാതിര കുളിച്ച് വന്നാൽ കരിക്ക് കുടിക്കുക, പഴം കഴിക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കരിക്കൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് കുടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. പിന്നെ എപ്പോഴത്തെയും പോലെ കരിക്ക് വെള്ളത്തിൻ്റെ സ്വാദിനെ പറ്റിയുള്ള ഒരു അവലോകനവും. തരിപ്പുണ്ടോ തരിപ്പില്ലേ, പുളിപ്പുണ്ടോ പുളിപ്പില്ലേ, അങ്ങനെ നീളും ആ അവലോകനം. ബ്രേക്ക്ഫാസ്റ്റ് റവ ഇഡ്ഡലിയാണ്. ഇനി 2 ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാവ് കുറച്ച് ബാക്കിയുണ്ട്. വേറെ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ജോലിക്ക് പോയിട്ടോ. പതിയെ സ്മൃതി ഇറങ്ങി. അമ്മയും ചുഗനും ഒരു കല്യാണത്തിന് പോയി. അങ്ങനെ നമ്മുടെ വീട് വീണ്ടും കാലിയായി. ഞാനും സുഹൃത്തേനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഞ്ചിന് അത് കഴിഞ്ഞു കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നത് കൊണ്ട് നിങ്ങളെ പാത്രം പൊക്കി കാണിക്കുകയാണ്. വൈകിട്ട് വീണ്ടും ഒരു കരിക്കുവെള്ള വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഇനി ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് നമ്മുടെ ചായ വേണ്ടാന്ന് വെക്കോ, അതുമില്ല, ചായയും കുടിച്ചു. പിന്നെ വീണ്ടും കാഴ്ചകൾ കണ്ട് അവിടെ ഇങ്ങനെ കുത്തിരിക്കുക, വേറെ പണിയൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഈ ഇരുത്തം നേരെ കാറിലേക്ക് മാറ്റി. ഒരു ടീ കുടിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് അപ്പുറത്തെ വല്യച്ഛൻ്റെ അവിടെ നിന്ന് അനീനെയും പ്രലോഭിപ്പിച്ച് കാറിൽ കയറ്റിട്ടോ. എല്ലാവരും കൂടി പോയാലല്ലേ ആ ചായ കുടിക്കൊരു ഗുമ്മുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം ഒരു പൂച്ചക്കടയുണ്ട് ചായ കുടിക്കാൻ. അങ്ങോട്ടാണ് കേട്ടോ യാത്ര. ചായ കുടിക്കാൻ വന്ന ഞാൻ ഹോർലിക്സും ജുഗുനും പൊറോട്ടയും കഴിച്ചു. ആ കടയുടെ പുറത്ത് കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ പൂച്ചക്കട എന്ന് വിളിക്കുന്നത് കേട്ടോ. എനിക്കും ജുഗുനും പൂച്ചേനെ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കടയ്ക്ക് പൂച്ചക്കട എന്ന നാമധേയം നടത്തി. അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ ജുഗുനും പൂച്ച പേടിയായതുകൊണ്ട് ജുഗുനും ഇറങ്ങിയില്ല. പിന്നെ ഗൈസ്, കുട്ടികൾക്ക് പൊറോട്ട കൊടുക്കുന്ന അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പിന്നെ ജുഗുനുവിൻ്റെ കരച്ചിലും ബഹളവും കാരണം കൊണ്ട് നമ്മൾ നിവർത്തികേട് കൊണ്ട് വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല. അത്താഴത്തിന് ശേഷം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്നെന്തോ വൂൾഫ് മൂൺ കാണുമെന്ന് കേട്ടിട്ട് കുറച്ചു നേരം വൂൾഫ് മൂണിനെ അന്വേഷിച്ച് ആകാശം നോക്കി നിന്നു. മൂൺ വൂൾഫിന്റെ ഷേപ്പിലാണോ, മൂണിന്റെ അകത്ത് വൂൾഫിനെ കാണോ, അങ്ങനെ പല പല സംശയങ്ങൾ. ശൈത്യകാലത്ത് ചെന്നായ്ക്കൾ ഹൈബർനേറ്റ് ചെയ്യാത്തതിനാലും തണുത്തതും ശാന്തവുമായ ജനുവരി മാസങ്ങൾ ചെന്നായ്ക്കളുടെ വ്യത്യസ്തമായ ഓരിയിടലിന് പേര് കേട്ടതാണ്. അതാണ് വൂൾഫ് മൂണിന്റെ പ്രത്യേകത. എന്തായാലും കൂടുതലൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെല്ലാം കെട്ടിപ്പറക്കി ഫ്ലാറ്റിലേക്ക് തിരിച്ചു. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.